കണ്ണൂർ ധർമ്മടത്ത് RSS പ്രവർത്തകന് നേരെ CPM ആക്രമം. RSS പ്രവർത്തകനായ ആദിത്യനാണ് പരിക്കേറ്റത്. 2 ബൈക്കുകളിലെത്തിയ 6 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. അക്രമികളുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മിഥുൻ പിള്ള ചിരിയാണ്. മിഥുൻ, എപ്പോഴായിരുന്നു സംഭവം? പോലീസ് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? KP വൈകിട്ട് 6:30 ഈ ഒരു അക്രമം നടന്നത്. ധർമ്മടത്ത് പുതുതായി നിർമ്മിക്കുന്ന ചിങ്ങാട്ടൻ സേവാ കേന്ദ്രത്തിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് 2 ബൈക്കുകളിലായി 6 അംഗ CPM അക്രമി സംഘം ഈ ഒരു പ്രദേശത്തേക്ക് കടന്നെത്തുകയും അവിടെ പ്രവർത്തികൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന RSS പ്രവർത്തകനായ ആദിത്യന് നേരെ അക്രമം അഴിച്ചുവിടുകയുമായിരുന്നു. തലയ്ക്ക് നേരെയുള്ള അടി തടയാൻ ശ്രമിക്കുന്നതിനിടെ കൈ വെച്ച് തടയുകയായിരുന്നു ആദിത്യൻ. ഇതിനിടെ കൈക്ക് വെട്ടേറ്റിട്ടുണ്ട്. കൈക്ക് ഇപ്പോൾ പരിക്കേറ്റ ആദിത്യനെ തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ സാമിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തെ സ്ഥിരം അക്രമി സംഘങ്ങളാണ് ഈ അക്രമം നടത്തിയതെന്നാണ് BJP ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. CPM പ്രവർത്തകരായ പ്രിയദേവ്, അതുപോലെ തന്നെ ഏതാനും നാളുകൾക്ക് മുമ്പ് കണ്ണൂർ വിമാനത്താവളത്തിൽ വെച്ച് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ CPM പ്രവർത്തകനായ അതുൽ പവിത്രൻ, മിഥുൻ, സായി കിരൺ, സജേഷ്, അശ്വിൻ അശോക് എന്നിവരാണ് ഈ ആദിത്യനെ ആക്രമിച്ചതെന്ന ഒരു പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഇവരെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? KP നിലവിൽ ഈ പ്രതികളെ സംബന്ധിച്ച് അന്വേഷണം പോലീസ് നടത്തുകയാണ്. ഇതിനിടയിലാണ് ഇവർ ഈ അക്രമത്തിനായി 2 ബൈക്കുകളിലെത്തുന്ന CCTV ദൃശ്യങ്ങളും അതിനുശേഷം മടങ്ങിപ്പോകുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇതിനും സംഭവവുമായി ബന്ധപ്പെട്ട് ധർമ്മടം പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഈ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശത്ത് CPM മനഃപൂർവ്വം അക്രമം അഴിച്ചുവിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു അക്രമം അഴിച്ചുവിട്ട ഒരു ആരോപണവുമായി BJPയും രംഗത്ത് വന്നിട്ടുണ്ട്. KP, കണ്ണൂർ ധർമ്മടത്താണ് RSS പ്രവർത്തകന് നേരെ CPMന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളാണ് മിഥുൻ പിള്ള നൽകിയത്.